അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ഒരു വഴി ഞാൻ പറയാം. നിങ്ങൾക്ക് അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്നറിയാൻ ടെസ്റ്റ് ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഞാനൊരു വഴി പറഞ്ഞു തരാം. ആരാ പറയുന്നതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മദീനത്ത് മസ്ജിദ് നബവിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ പച്ചക്കുബ്ബയുടെ അടിയിൽ ഇങ്ങനെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുമ്പോ ആ പ്രവാചകന്റെ റൗളയ്ക്കകത്ത് കൂടെ കിടക്കുന്ന രണ്ട് സ്വഹാബികളുണ്ട്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടയാളം പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ തങ്ങൾ പറഞ്ഞു തരുന്ന അടയാളം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നു പോവുകയാ. ഉമർ തങ്ങൾ പള്ളിയിലേക്ക് സുബഹി ജമാഅത്തായി നമസ്കരിക്കാൻ കടന്നു പോവുകയാണ്. അല്ലാഹുവേ, പള്ളിക്കകത്തേക്ക് കടന്നു ചെന്നു. അവിടെ ഇഖാമത്ത് കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇമാമത്ത് നിൽക്കുകയാ. അതാ സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് കയറി നിന്നിട്ടു ഉമർ തങ്ങൾ അവിടെ നിന്ന് കൈകെട്ടുകയാണ്. അവിടെ നിന്ന് ഫാത്തിഹ ഓതി. എന്നിട്ട് പടച്ചവനെ സൂറത്തു ത്വാഹ പാരായണം ചെയ്യുകയാ. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് സുബഹി നമസ്കാരത്തിന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സൂറത്തു ത്വാഹ ഓതുകയാ. ത്വാഹ എന്ന് പറയുന്ന സൂറത്തും ഉമർ തങ്ങളും വല്ലാത്ത ഒരു ബന്ധമാണ്. ഉമറിന്റെ ജീവിതത്തിൽ മാറ്റത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ചത് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ത്വാഹയാ. ആ ഉമർ തങ്ങളെ പള്ളിയിൽ വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ നിന്നുകൊണ്ട് സൂറത്തു ത്വാഹ ഓതിയിട്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനുണ്ടല്ലോ, വിഷം കടർത്തിയ കടാരയുമായി പള്ളിക്കകത്തേക്ക് കടന്നു വരികയാണ്. നിസ്കരിച്ചു കൊണ്ടിരുന്നവരുടെ മുന്നിലൂടെ നടന്നു വന്നു ഇമാമായി നിൽക്കുന്ന ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് അവിടുന്ന് കത്തിയങ്ങ് കുത്തിക്കേറ്റുകയാ. സുബഹി നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഉമർ തങ്ങളുടെ ചാരത്ത് പള്ളിക്കകത്ത് കയറി വന്നിട്ട് കടാര കൊണ്ട് ഇമാമിന്റെ അടിവയറ്റിലേക്ക് കുത്തിക്കേറ്റി. അവിടെ നിന്ന് ഊരി കുത്തി. എന്നിട്ട് ഈ മനുഷ്യൻ ഇറങ്ങി അങ്ങോട്ട് പോകുമ്പോ നിസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബികൾ, 17 ആണും 7 ആണെന്നും പറയുന്നു, സ്വഹാബികളെ കുത്തി തറയിലിട്ടിട്ട് ഇറങ്ങിപ്പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അത്രയും പേരെ കുത്തി ഇമാമ് തന്റെ അടിവയറ്റിൽ കുത്തുകൊണ്ടിട്ട് രക്തം ഇങ്ങനെ ഒഴുകുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാള് പോലും കൈയഴിച്ചില്ല. അതാ മനസ്സിലാക്കണ്ടേ. ഖലീഫയാണ്, ഇമാമാണ്. ഇമാമിന്റെ അടിവയറ്റിലേക്ക് കത്തി കുത്തിക്കേറ്റിയിട്ട് ഇമാമ് പെടയുകയാ. തന്റെ ചാരത്ത് നിന്ന് നിസ്കരിച്ച സ്വഹാബികൾ താഴെ കിടന്ന് പിടയുമ്പോ ആ പള്ളിക്കകത്ത് കൈകെട്ടിയിരുന്ന ഒരൊറ്റ സഹാബി പോലും, എന്തിന്, സാക്ഷാൽ ഉമർ തങ്ങളുടെ മകൻ പോലും ആ കൈയഴിച്ചില്ല. അവരാക്കപ്പന്ന് നിന്നു, ഒരാളും കൈയടിച്ചില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്നെ കൊണ്ട് ഇമാമത്ത് നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുറകെ നിൽക്കുന്ന ആളോട് കയറി ഇമാമത്ത് നിൽക്കാൻ, പുറകിൽ നിൽക്കുന്ന ആളോട് കയറി ഇമാമത്ത് നിൽക്കാൻ അവിടുന്ന് സ്വഹാബത്ത് പറയുന്നു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളാണെന്ന് തോന്നുന്നു. പുറകിൽ നിന്ന് സ്വഹാബി മുന്നോട്ട് കയറി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പിടഞ്ഞു വീഴുകയാ. ആ സ്വഹാബിയുടെ കാലിന്റെ ചുവട്ടിൽ കിടന്ന് മരണപ്രാളത്തിൽ പിടയുമ്പോ ഒരാള് പോലും കൈയടിച്ചില്ല, ഒരാളും ഇറങ്ങി ഓടിയില്ല. കാരണം അവര് നിൽക്കുന്നത് ആരുടെ മുന്നിലാ? നമസ്കാരമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചോ? ഒരൊറ്റ മനുഷ്യനമ കൈയഴിക്കാത്തതിന്റെ കാരണം എന്തെന്നറിയുമോ? അവരാരുടെ മുന്നിലാ നിൽക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ മുന്നിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയിട്ട് എന്തേ റബ്ബിനോട് പറയുന്നതെന്നറിയോ? ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി
ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. കൈകെട്ടിയിട്ട് നീ പറയുന്ന വജ്ജകത്തുവിന്റെ അർത്ഥം നിനക്കറിയുമോ സഹോദരാ? അതിന്റെ അർത്ഥം അങ്ങാണം നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ കളിക്കില്ലടാ. നമസ്കാരത്തിൽ നിന്ന് ചിരിക്കില്ല, നമസ്കാരത്തിൽ നിന്റെ ഹൃദയം ഇങ്ങനെ പറന്നു നടക്കൂല. പഠിച്ചവരെ എല്ലാവരും ഉമർതങ്ങൾ പിടഞ്ഞു വീണു. ആ സ്വഹാബി പെട്ടെന്ന് പെട്ടെന്ന് നമസ്കാരം പൂർത്തീകരിച്ചു. ഉമർതങ്ങൾ ഇങ്ങനെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഉമർതങ്ങൾ ഇങ്ങനെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാ. ഓരോ സ്വഹാബികൾ അടുത്ത് വരുന്നുണ്ട്, ഉമർതങ്ങളെ സമാധാനിപ്പിക്കുന്നുണ്ട്, ഉമർതങ്ങളോട് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഉമർതങ്ങൾ ഇങ്ങനെ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. യാ അമീറുൽ മുഅ്മിനീൻ ബിബുശ്റാ ലക. ഉമർ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, ഉമറേ എന്തിനാണ് ഉമറേ നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ. മരണത്തോട് മല്ലടിക്കുന്ന ഉമർ തങ്ങളോട് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ആരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കാൻ പോയ മനുഷ്യനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ തലവെട്ടാൻ പോയവനാണ്. അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയില്ലോ, അല്ലാഹു നിങ്ങളെ ഹിദായത്ത് നൽകിയില്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് മുസ്ലിം ആകാനുള്ള ഭാഗ്യം കിട്ടിയില്ലോ. പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന സ്വഹാബിയായില്ലോ, ഇസ്ലാമിന്റെ ഖലീഫയായില്ലേ, ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയല്ലേ. ഉമറേ, അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യമെന്നറിയുമോ? ഈ മദീനത്ത് കിടന്ന് ഷഹീദാകാ. യുദ്ധം ഹറാമാക്കപ്പെട്ട നാട്ടിലോ ഈ മദീനത്ത് കിടന്നിട്ട് ഷഹീദാകാം നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയില്ലേ? ഇതിനെക്കാളും നിങ്ങൾക്ക് എന്തേ വേണ്ടത്? ഈ ചെറുപ്പക്കാരൻ ചോദിക്കുമ്പോ ഉമർ തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. സന്തോഷം കാരണം അവിടെ നിന്ന് കരയുകയാ. ഇങ്ങനെ മനസ്സ് കുളിർമയുണ്ടാകുന്ന വാക്കുകൾ പറഞ്ഞിട്ട് ഈ ചെറുപ്പക്കാരെ തിരിച്ചു നടക്കുകയാണ്. മരണത്തോട് മല്ലടിക്കുന്ന ഉമറിനോട് നിന്നെക്കാളും ഭാഗ്യമുള്ള ഏത് മനുഷ്യനാ ഉമറേ ഉള്ളത്? ഈ മദീനത്ത് കിടന്ന് ഷഹീദാകാൻ ഭാഗ്യം കിട്ടിയ മനുഷ്യനല്ലോ. ഉമർ തങ്ങളെ സമാധാനിപ്പിച്ചിട്ട് ഈ ചെറുപ്പക്കാരെ തിരിച്ചു നടക്കുമ്പോ ഉമർ തങ്ങളൊരു രംഗം കാണുകയാ. ഉമർ തങ്ങളൊരു കാഴ്ച കാണുകയാ. ആ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചെറുതായിട്ടങ്ങ് എഴുന്നേൽക്കുകയാ. കൈകുത്തിയിട്ട് എഴുന്നേൽക്കുകയാ. എന്നിട്ട് വിളിക്കുന്നു, യാ ബുനയ്യാ, പൊന്നുമോനെ ഒന്ന് നിൽക്കടാ പൊന്നുമോനെ. ആ ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്, ആ ചെറുപ്പക്കാരനെ വിളിക്കുകയാണ്. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്തെന്നറിയോ? മോനെ, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. മോനെ, നിന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. ഞെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒത്തിക്കോ. ഒന്നേണ്ടതാ ഇൽമെന്ന് പറഞ്ഞാൽ കേട്ടിട്ട് കളയാനുള്ളതല്ല, ചെയ്തു പോകണം. മുണ്ട് നല്ലതുപോലെ പൊക്കി ഉടുത്തിക്കോ, ഇല്ലെങ്കിൽ അള്ളാഹുടെ സ്വർഗം നീ സ്വപ്നത്തിൽ പോലും കാണണ്ട. അതിന്റെ പരിമളം 500 വർഷത്തെ വഴിദൂരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ 500 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് തിരുവനന്തപുരം വരെ. അപ്പൊ 500 വർഷത്തെ വഴിദൂരം വരെ സ്വർഗത്തിന്റെ വാസന അടിക്കൂണ. അതുപോലും നിനക്കൊന്നും ശ്വസിക്കാൻ യോഗ്യത ഉണ്ടാകില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോൾ നാണം കെട്ടവനെ പോലെ കടന്നു വരുന്ന ഒന്നാമത്തെ വിഭാഗം അഹങ്കാരമുള്ളവരാ. അഹങ്കാരം
നിലവാരമുള്ളതിന്റെ അടയാളമാണ്. പെണ്ണുങ്ങളൊക്കെ റോഡിൽ, ചിലരൊക്കെ എന്തിനാ ഇപ്പൊ പള്ളിയിലെ മോദിനെ കൊണ്ട് പള്ളി തൂപ്പിക്കണം, മുറ്റത്തൂടെ 2 റൗണ്ട് നടത്തിയാ പോരെ. വെള്ളിയാഴ്ച വരുന്നവനെ കൊണ്ട് ഇതിലെ 2 റൗണ്ട് നടത്തി കഴിഞ്ഞാൽ മക്ബറയുടെ മുന്നൊക്കെ വൃത്തിയാകും. കാരണം ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കാം. പെണ്ണുങ്ങളെ കൊണ്ടൊക്കെ, പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല, ഫർദ ഇങ്ങനെ തറയിലിട്ട് വലിച്ചുകൊണ്ട് നടക്കും. വവ്വാലുകളെ പോലുള്ള ഫർദയാണല്ലോ ഇപ്പൊ. പിന്നെ അങ്ങനത്തെ ഇങ്ങനെ നിന്നാ മതി, അത് ഇട്ടുകൊണ്ട് നടക്കാം. പട്ടി നടക്കുന്നിടത്തും സർവ്വ നജസുകൾ കിടക്കുന്നിടത്തുകൂടെ വലിച്ചടിച്ചുകൊണ്ടിരിക്കും, അതും കൊണ്ട് നിസ്കരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു